MLA, അവരിപ്പോഴും MLA ആണ്. എനിക്ക് അവരോട് വേറെ ഒരു തരത്തിലും ആ പ്രശ്നത്തെ ഏറ്റെടുക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം എന്താണ്? പ്രതിഭയുടെ മകൻ ഒരു കേസിൽ പെട്ടു. ആ കേസിൽ എന്നെ ഇങ്ങനെ കളിയാക്കണ ഇഞ്ചി അല്ലട്ടോ, കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസിൽ പെട്ടു. നമ്മൾ അവരൊരു MLA ആയതുകൊണ്ട് ആ അമ്മയെ കളിയാക്കാൻ പാടില്ല. കാരണം എന്താണ്? നിങ്ങൾക്കും എനിക്കൊക്കെ മക്കളുണ്ട്. പടച്ചോൻ അവരെ കാത്തു രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവര് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് അച്ഛന്റെയോ അമ്മയുടെയോ പ്രശ്നമാവുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറയുന്നത് ശരിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളൊന്നും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രതിഭ ചെയ്തത് എന്താണ്? ആ MLA ചെയ്തത് എന്താണ്? ഒരു പത്രത്തിലെ പ്രവർത്തകനെ ചൂണ്ടിക്കാട്ടി അയാൾ ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് ഹിന്ദുവായ എനിക്കെതിരെ അയാൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനസ്സുണ്ടല്ലോ, ആ മനസ്സ് എവിടെ നിന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് MLA-ക്ക് കിട്ടുന്നത്? പ്രതിഭ എന്ന് പറയുന്ന MLA-ക്ക് എങ്ങനെയാ കിട്ടുന്നത്? ഇനി പ്രതിഭ ഒരു വൈകാരികതയുടെ പേരിലാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ ഈ പറയുന്ന നിമിഷം വരെ അത് തിരുത്താത്തത് എന്തേ CPM? എന്തേ മാറ്റി പറയാത്തത്? അങ്ങനെ പറഞ്ഞത് പ്രതിഭ പറഞ്ഞത് ശരിയായില്ല എന്ന് എന്തേ പറയാത്തത്? അതിശീഘ്രം വർഗീയപരമായി നമുക്കിടയിൽ മതിലുകൾ കെട്ടാൻ, ചേരികൾ തിരിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഇസ്രയേൽ അടക്കമുള്ളവരുടെ ചാരപ്പണികളുണ്ട്. അതിനേറ്റവും ഫലമായി നിൽക്കുന്നത് RSS ആണ്, ഖാസയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ ആസൂത്രിതമായ ഫാഷിസ്റ്റ് പരിശ്രമമുണ്ട്. ഇത് ചെറിയ വിഷയമല്ല. ഇതുപോലെ ജാതീയത ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മനുഷ്യനുണ്ടാവില്ല EMS-നെ പോലെ. അയാളുടെ മനസ്സിലെ സവർണ രാഷ്ട്രീയത്തെ കൃത്യമായി ഉപയോഗിച്ച ഒരാളാണ്. ഇവിടുത്തെ സ്ത്രീ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിന്റെ സവർണ രാഷ്ട്രീയത്തിന് പങ്കുണ്ട്. ഇവിടുത്തെ ഈഴവ പിന്നോക്ക സമൂഹങ്ങളെ വെറും ടൂളുകളാക്കിയിട്ട് രാഷ്ട്രീയത്തിന്റെ ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കു വഹിച്ചയാൾ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. പക്ഷെ EMS-ന് കിട്ടാതെ പോയ ഒരു സമുദായം ഇവിടുത്തെ സാമുദായിക ബോധമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെയാണ്. അവിടെയാണ് സീതി സാഹിബും CH മുഹമ്മദ് കോയ സാഹിബും ബാഫക്കത്തങ്ങളും പൂക്കോയത്തങ്ങളും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വപ്നങ്ങളെ ഇവിടെ തകർത്തു കളഞ്ഞ സാമുദായിക മുന്നേറ്റം ഉണ്ടാക്കിയത്. ഈ അൻവറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ബുദ്ധിയാണ് നിങ്ങൾക്ക് ഈ P ശശിയൊക്കെ പറഞ്ഞു തരുന്നത്? ഞാൻ അറിയാട്ടില്ല. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ പ്ലേസ്മെന്റിന് അദ്ദേഹം എങ്ങനെ ശക്തമായി നിൽക്കുന്ന സമയത്താണ് കൃത്യമായി കേരളം അഡ്രസ് ചെയ്യേണ്ട മലയോര കർഷകരുടെ സമരത്തിന്റെ മുൻനിരയിലെ രക്തസാക്ഷിയായി നിങ്ങൾ അയാളെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ എത്തണം. എന്നിട്ട് അൻവർ അവിടെ എത്തുമ്പോ ഈ മലയോര കർഷക സമരങ്ങളിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഘീ കമ്മ്യൂണിസ്റ്റ് കള്ളക്കളിയുണ്ട്. സമരങ്ങളിൽ നിന്ന് പലരും പിറകോട്ട് പോയിട്ടുണ്ട്. എന്നാൽ അവിടെ അൻവർ കൃത്യമായി അവിടെ പ്ലേസ് ചെയ്യപ്പെടുകയാണ്, അവിടെ വരികയാണ്. അൻവർ പറഞ്ഞത് നിങ്ങളറിയാം, ഈ ചോലനായിക്ക സമുദായം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അതീവ ന്യൂനപക്ഷമാണ്, പാവങ്ങളാണ്. ആ മനുഷ്യർ കാട്ടിനുള്ളിൽ താമസിക്കുന്ന പാവങ്ങൾ. അവർക്ക് അവരുടെ താവളം കാടാണ്. അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ എന്താ സ്ഥിതി? കാട്ടിൽ പോയാൽ ആന ചവിട്ടിക്കൊള്ളും, നാട്ടിൽ വന്നാൽ CPM-മാര് വെട്ടിക്കൊള്ളും. ഇതെന്തൊരു നാടാടോ, എന്തൊരു കഷ്ടമാണ്. മനുഷ്യരുടെ ഈ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്?